Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, സോൾവ് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് MCQs ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, സെക്കൻഡ് സെറ്റ് ആണ്. ഓൾറെഡി സെറ്റ് 1 പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ലെറ്റ് us start. First question, the distinct eigenvalue of the matrix 1 1 0 1 1 0 0 0 0 are. Options തന്നിരിക്കുന്നത് A 0 and 1, B 1 and minus 1, C 1 and 2, D 0 and 2. Correct answer option D ആണ്, 0 and 2. നമുക്ക് explanation നോക്കാം. തന്നിരിക്കുന്ന മെട്രിക്സ് എങ്ങനെയാ? A is equal to 1 1 0 1 1 0 0 0 0 അല്ലേ? A is equal to 1 1 0 1 1 0 0 0 0. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് A minus lambda I is equal to 0 കണ്ടുപിടിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഈ A minus lambda I is equal to 0 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതായത് ഡിറ്റർമിനന്റ് ഓഫ് A minus lambda I കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ ടു 0 കൊടുത്ത് കിട്ടുന്ന ലാംഡയുടെ വാല്യൂസ്, അങ്ങനെയാണ് നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ ഡിറ്റർമിനന്റ് ഓഫ് A minus lambda I. അപ്പൊ I നമ്മൾ ഇവിടെ ഏത് എടുക്കേണ്ടത്? ഏത് റാങ്ക് ആണ് എടുക്കേണ്ടത്? 3 ആണ്. കാരണം എന്താ? തന്നിരിക്കുന്ന A എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കണം? 3/3 ആയിരിക്കണം. അതായത് ഡയഗണൽ എലമെന്റ്സ് മാത്രമാണ് 1 ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി A minus lambda I. അപ്പൊ ലാംഡ ഇൻറ്റു I എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു, ദാറ്റ് മീൻസ് ഈ ലാംഡ ഓരോ ടേംസിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ്സിൽ മാത്രം ലാംഡ വരും, ശരിയല്ലേ? ബാക്കിയെല്ലാം 0 അല്ലേ? ഇനി A മൈനസ് ഈ കറസ്പോണ്ടിങ് ലാംഡ I ചെയ്യണം. അപ്പോൾ A മൈനസ് ഈ ലാംഡ I ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടി എഫക്റ്റഡ് ആവുന്നത് ഡയഗണൽ എലമെന്റ്സ് മാത്രമാണ്. അതായത് എയിലെ ഡയഗണൽ എലമെന്റ്സിന് മൈനസ് ലാംഡ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം എയിലത്തെ അതേപോലെ വരും, ശരിയല്ലേ? ആ മെട്രിക്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് A മൈനസ് ലാംഡ I പറയുമ്പോൾ എയില് ഫസ്റ്റ് എലമെന്റ് 1 ആണ്, 1 മൈനസ് ലാംഡ. ഓക്കെ, ഈ ഒരു ടേം. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അഗെയിൻ അടുത്ത ഡയഗണൽ എലമെന്റ് 1 ആണ്, 1 മൈനസ് ലാംഡ, ഈ ഒരു ടേം വരും. അഗെയിൻ ലാസ്റ്റ് വൺ 0 ആണ്, 0 മൈനസ് ലാംഡ, ദാറ്റ് ഇസ് മൈനസ് ലാംഡ. ക്ലിയർ ആണല്ലോ? ബാക്കിയെല്ലാം എയിലത്തെ അതേപോലെ എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് A മൈനസ് ലാംഡ I എടുക്കേണ്ടത്. ഇനി അതിന് ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് ഇൻ ടേംസ് ഓഫ് ലാംഡ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ട് അത് സോൾവ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ സാധാരണ ഇതുപോലെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ, ഓക്കെ, ഇതിപ്പോ മെട്രിക്സ് കിട്ടി. ഇനി ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ, അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? സോ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 0 ഇൻറ്റു 0, അതായത് ആ സെക്കൻഡ് ടേം 0 ആയി. അപ്പൊ അത് എഴുതണ്ട, 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടേം എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് വാല്യൂ എടുക്കണം അല്ലെ? സെക്കൻഡ് ടേം എടുക്കണമെങ്കിൽ മൈനസ് ഓഫ് 1 ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 0 ഇൻറ്റു 0. അപ്പൊ അഗെയിൻ 1 ഇൻറ്റു മൈനസ് ലാംഡ മാത്രം വരും, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ മൈനസ് ഉണ്ട്, ശ്രദ്ധിക്കണം. ലാസ്റ്റ് ടേം പ്ലസ് 0 ഇൻറ്റു ലാസ്റ്റ് ടേം പ്ലസ് 0 ഇൻറ്റു 1 ഇൻറ്റു 0 മൈനസ് 0 ഇൻറ്റു 1 മൈനസ് ലാംഡ. അപ്പോൾ എന്താ വാല്യൂ എന്താ വരിക? 1 ഇൻറ്റു 0 ഇൻറ്റു 0 ഇൻറ്റു 1 മൈനസ് ലാംഡ പറയുമ്പോൾ ഇത് മൊത്തം 0 ആയിപ്പോൾ, ക്രോസ് പ്രോഡക്റ്റ് അല്ലെ? അതുകൊണ്ടാണ് ലാസ്റ്റ് ടേം 0 എഴുതിയിരിക്കുന്നത്. നൗ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 മൈനസ് ലാംഡ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് ലാംഡ അങ്ങനെ എഴുതി. ഇനി മൈനസ് ഓഫ് മൈനസ് ലാംഡ എന്താ? പ്ലസ് ലാംഡ ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ലാംഡ കോമൺ ഫാക്ടർ ആണ് ഈ രണ്ട് ടേംസിലും, അത് ഔട്ട്സൈഡ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് വരും? 1 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ അല്ലെ? അതിനെ സ്പ്ലിറ്റ് ചെയ്തൂടെ A മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം, A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ, അതായത് 1 മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ. ഇനി അപ്പൊ ഇവിടെ നമ്മൾ ലാംഡ ഔട്ട്സൈഡ് എടുത്തു,
ഓക്കെ, ലാംഡ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഈ ഒരു ടേമിനാണ് മൈനസ് വരിക. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് എഴുതിയത്, വേറെ ഒന്നുമില്ല. അത് ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഇവിടുന്ന് ലാംഡ എടുക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും, 1 ആണ് വരിക. ആ 1 ആണ് ആദ്യം എഴുതിയിട്ടുള്ളത്. അപ്പൊ ലാംഡ ഔട്ട്സൈഡ് എടുത്താൽ 1 മൈനസ് ഓഫ് 1 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ. ആ 1 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് 1 പ്ലസ് 2 ലാംഡ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 ലാംഡ. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. ഈ 1ഉം മൈനസ് 1ഉം 0 ആയി. ദെൻ മൈനസ് ലാംഡ സ്ക്വയറും ഉണ്ട്, 2 ലാംഡയും ഉണ്ട്. ലാംഡ ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ ലാംഡ ഇൻറ്റു 2 ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ. എഗെയിൻ ഇവിടെ ഒരു ലാംഡ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അല്ലേ? ഓൾറെഡി ഒരു ലാംഡ പുറത്തുണ്ട്, വീണ്ടും ഒരെണ്ണം എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ ആവും. ക്ലിയർ ആയല്ലോ? ഇനി ബ്രാക്കറ്റിൽ ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നത് 2ഉം ലാംഡയാണ്. അപ്പോൾ 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം a ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏതർ a ഈക്വൽ ടു 0 ഓർ b ഈക്വൽ ടു 0. അപ്പോൾ അതായത് ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0 ഓർ 2 മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു 0. ഈ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 2 റൂട്ട്സ് ഉണ്ട്, അതായത് 0 വീണ്ടും 0 തന്നെ അല്ലേ? ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. സോ ലാംഡ എന്ന് പറയുന്നത് 2 ടൈംസ് 0 ആണ്. ഇനി 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0, അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടും? ജസ്റ്റ് നമ്മൾ RHS കൊണ്ടുപോകും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 2 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് 0, 0, 2 വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐഗൻ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് 0, 0, 2 ആണ്. ഇനി ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അത് ഏതൊക്കെയാ? 0 ആൻഡ് 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Characteristic equation of A is equal to 1 minus 2 minus 5 4s. Options: A lambda square minus 5 lambda plus 6 equal to 0. B lambda square plus 5 lambda plus 6 equal to 0. C lambda square minus 5 lambda minus 6 equal to 0. D lambda square plus 5 lambda minus 6 equal to 0. Correct answer option C ആണ്. Lambda square minus 5 lambda minus equal to 0. Explanation നോക്കാം. നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഇൻറ്റു ഐ ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത പോലെ തന്നെ a നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ലാംഡ ഇൻറ്റു ഐ ചെയ്യണം. അപ്പോൾ ഐ ഇവിടെ ഏത് ഓർഡറിൽ എടുക്കണം? ഐഡന്റിറ്റി മെട്രിക്സ് 2/2 അല്ലേ? കാരണം നമുക്ക് a 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് 1 0 0 1. അപ്പോൾ ലാംഡ ഇൻറ്റു ഐ പറയുന്നത് എന്തായിരിക്കും? ലാംഡ 0 0 ലാംഡ. ഇനി a മൈനസ് ലാംഡ ഐ is equal to a എന്ന് പറയുന്നത് 1 minus 2 minus 5 4 minus ലാംഡ 0 0 ലാംഡ. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ടേംസ് സബ്ട്രാക്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ 1 മൈനസ് ലാംഡ, അപ്പോൾ അതാണ് ഇവിടെ ഈ ടേം കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ടേം പറയുന്നത് -2 -0. ഞാൻ പറഞ്ഞില്ലേ ഡയഗണൽ എലമെന്റ്സ് മാത്രം മൈനസ് ലാംഡ ചെയ്താൽ മതി. ഇവിടെ 4 മൈനസ് ലാംഡ, ബാക്കി ടേംസ് എല്ലാം -2 -5 സെയിം തന്നെ വരും. ഇനി നമ്മൾ ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് 0 കൊടുക്കാം. അപ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു അല്ല -5 ഇൻറ്റു -2. ഓക്കെ, -2 ഇൻറ്റു -5. ഇനി ഇവിടെ 3 മൈനസ് വരും. 3 നെഗറ്റീവ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് തന്നെ കിട്ടുക. അപ്പം -10. ഫസ്റ്റ് ടേം 1 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ. അത് ഇനി ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം 1 ഇൻറ്റു 4 മൈനസ് ലാംഡ, അതായത് 4 മൈനസ് ലാംഡ. സെക്കൻഡ് ടേം എന്താ? മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ, അതായത് മൈനസ് ലാംഡ ഇൻറ്റു 4 -4 ലാംഡ. മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ എന്താ? പ്ലസ് ലാംഡ സ്ക്വയർ. -10 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കോമൺ ടേംസ് നോക്കാം, അതായത് ലൈക്ക് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. മൈനസ് ലാംഡ -4 ലാംഡ എന്താ? -5 ലാംഡ. ഇനി ലാംഡ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുക, ലാംഡ സ്ക്വയർ -5 ലാംഡ. ഇനി 4 - 10 വരും. 4 - 10 പറഞ്ഞാൽ -6 ആണ്. ഓക്കെ, ജസ്റ്റ് ടേംസ് ഗ്രൂപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവിടെ 4ഉം -10 ചെയ്തപ്പോൾ -6 കിട്ടി. ലാംഡ സ്ക്വയർ അങ്ങനെ എഴുതി. മൈനസ് ലാംഡ
4 lambda minus 5 lambda. So lambda square minus 5 lambda minus 6 equal to 0. ഇതാണ് characteristic equation. Next question. The quadratic form corresponding to the matrix 0, 5, minus 1, 5, 1, 6, minus 1, 6, 2 is options A, x2 square plus 2x3 square plus 10x1 x2 minus 2x1 x3 plus 12x2 x3. അതുപോലെ അതായത് x1 x2 x3 പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് പ്ലസ് മൈനസ് ടേംസ്. ഇതാണ് 4 ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ്. x2 സ്ക്വയർ പ്ലസ് 2x3 സ്ക്വയർ പ്ലസ് 10x1 x2 മൈനസ് 2x1 x3 പ്ലസ് 12x2 x3. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോം തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ക്വാഡ്രാറ്റിക് ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വാഡ്രാറ്റിക് ഫോം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇതുപോലെ മെട്രിക്സ് x1 x2 x3 ഇൻറ്റു 0 5 മൈനസ് 1 5 1 6 മൈനസ് 1 6 2 മെട്രിക്സ് ഇൻറ്റു അതുപോലെ കോളം മെട്രിക്സ് x1 x2 x3. ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് ആദ്യം റോ മെട്രിക്സ് ചെയ്താൽ നമ്മുടെ അൺനോൺ വേരിയബിൾസ് ഏതൊക്കെയാണ് x1 x2 x3. ഓപ്ഷൻസ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതാം. അടുത്തത് കോളം മെട്രിക്സ് x1 x2 x3 എഴുതാം. ഇനി നമ്മൾ ഇവിടെ ഇതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഫുൾ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ഒരു എക്സ്പ്രഷൻ കിട്ടും. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ ഈ മെട്രിക്സിൽ, അതും ഈ റോങ് കൂടി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 0 into x1 ഓക്കെ പ്ലസ് x2 into 5 പ്ലസ് x3 into minus 1. അതാണ് 5x2 minus x3. ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടേം 0 ആയി പോവും. പിന്നെ സെക്കൻഡ് ടേം 5x2, ലാസ്റ്റ് വൺ മൈനസ് x3. അപ്പോൾ 5x2 മൈനസ് x3. ഇനി അതാണ് ഒരു ടേം വരിക. പിന്നെ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത് ഇത് ശരിക്കും 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ സിംഗിൾ സ്റ്റെപ്പിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ഈ ഫസ്റ്റ് 2 മെട്രിക്സ് അത് മാത്രം ചെയ്യുക, സ്റ്റെപ്സ് എഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. ജസ്റ്റ് രണ്ടും കൂടി ഒരുമിച്ച് കാണിച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് ഇൻറ്റു x1 ഓക്കെ ഇതാണ് ടേം വരിക. ഓക്കെ പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരിക, ഇതേപോലെ തന്നെ ചെയ്യാം ബാക്കി രണ്ടെണ്ണം. x1 into 5 അതായത് 5x1 x2 into 1 plus x2 x3 into 6 plus 6x3 ഇനി that into x2 ഓക്കെ. അപ്പോൾ ആ സെക്കൻഡ് ടേം കിട്ടി. അതുപോലെ ലാസ്റ്റ് വൺ minus 1 into x1 plus 6 into x2 plus 2 into x3 whole into x3 ഓക്കെ ഇതാണ് ലാസ്റ്റ് ടേം. ഇനി ഇതിനെ ജസ്റ്റ് നിങ്ങൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ടേംസ് എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്യാനുള്ളതോ ക്യാൻസൽ ചെയ്യാനുള്ളതോ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് ഫൈനൽ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്ത്, അതായത് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് 5x1 x2, ഇവിടെ ഒരു 5x1 x2 വരും. അപ്പോൾ നമുക്ക് 10x1 x2 വരും. നെക്സ്റ്റ് മൈനസ് x1 x3 മൈനസ് x1 x3 അതെന്താ മൈനസ് 2x1 x3. നെക്സ്റ്റ് ടേംസ് x2 സ്ക്വയർ വരുന്നുണ്ട്. ഓക്കെ, then 2x3 സ്ക്വയർ വരുന്നുണ്ട്. then x2 x3യുടെ 6ഉം 6ഉം രണ്ടും ആഡ് ചെയ്ത് 12 വരും. 12x2 x3 ഇതാണ് ഫൈനൽ ക്വാഡ്രാറ്റിക് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാങ്ക് ഓഫ് മെട്രിക്സ് 1 minus 1 2 2 6 3 3 13 4 is ഓപ്ഷൻസ് A3 B2 C1 D0. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻസ് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് അതിനെ റെഡ്യൂസ്ഡ് ഫോം ആക്കിയിട്ട് വേണം റാങ്ക് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താ 1 minus 1 2 2 6 3 3 13 4. ഇനി നമ്മളിവിടെ 2 ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്സ് നമുക്ക് 0 ആക്കണം. അതനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അപ്പോൾ R2 is transformed to R2 minus 2R1. 1 minus 1 2 2 6 3 3 13 4. Okay, so R1 R2 R3. ഇനി നമുക്ക് R2 അതിലത്തെ ഫസ്റ്റ് എലമെന്റ് 2 ആണ്. അപ്പോൾ 2 minus 2 ചെയ്താലാണ് 0 വരിക. സോ R2 minus 2R1
ഓക്കെ, അതാണ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അതായത് 2 ഇൻറ്റു 2, അതായത് R1 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എലമെന്റ്സ് എന്താ കിട്ടുന്നത് നോക്കാം. 2 മൈനസ് 2 4. ഓക്കെ, ഇനി R2 എഴുതുക. 2 6 3. ഇനി സബ്ട്രാക്ട് ചെയ്ത് നോക്കൂ ഓരോ എലമെന്റ്സ്. അപ്പോൾ 2 മൈനസ് 2 0, 6 മൈനസ് മൈനസ് 2 8 ആണ്, 3 മൈനസ് 4 മൈനസ് 1. അങ്ങനെയാണ് ഈ എലമെന്റ്സ് കിട്ടുന്നത്. 0 8 മൈനസ് 1. ക്ലിയർ ആയല്ലോ? R1 ചേഞ്ച് ഒന്നുമില്ല, അതാണ് നമ്മൾ റെഫറൻസ് എടുക്കണേ. 1 മൈനസ് 1 2. ഇനി ഇതേപോലെ R3യിലത്തെ എലമെന്റ് 0 ആക്കണം. അപ്പോൾ 3നെ 0 ആക്കാൻ 3 മൈനസ് 3 ചെയ്യണം. അപ്പോൾ R1 ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ R1 ഇൻറ്റു 3 ചെയ്താൽ എന്താ വാല്യൂ കിട്ടുക? 3 മൈനസ് 3 6. ഇനി R3 എന്ന് പറയുന്നത് 0 16 മൈനസ് 2. സോറി, ഇത് ട്രാൻസ്ഫോർമേഷന് മുന്നേത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. R3 എന്ന് പറയുന്നത് 3 13 4. 3 13 4. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 മൈനസ് 3 0. 13 മൈനസ് മൈനസ് 3 എത്രയാ? 13 പ്ലസ് 3 16. 4 മൈനസ് 6 എന്ന് പറയുന്നത് മൈനസ് 2. അങ്ങനെയാണ് ആ ലാസ്റ്റ് റോ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 0 16 മൈനസ് 2. ഓക്കെ, 0 8 മൈനസ് 1. ഇനി നമുക്ക് അഗെയിൻ ഈ ഒരു എലമെന്റിനെ നമുക്ക് 0 ആക്കണം. ഓക്കെ, തേർഡ് റോയിൽ. അപ്പോൾ 16നെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? വിത്ത് റെസ്പെക്ട് ടു R2. കാരണം R2ൽ പ്രീവിയസ് എലമെന്റ് 8 ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു 2 ചെയ്യാം, അപ്പോൾ 16 കിട്ടും. എന്നിട്ട് R3 മൈനസ് ചെയ്യാം. സോ നമുക്ക് 0 ആയി കിട്ടും. അപ്പോൾ R3 ഈസ് ട്രാൻസ്ഫോം ടു R3 മൈനസ് 2R2. അപ്പോൾ 2R2 ചെയ്താൽ 0 16 മൈനസ് 2 വരും. 0 16 മൈനസ് 2. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ. 0 മൈനസ് 0 0, 16 മൈനസ് 16 0, മൈനസ് 2 മൈനസ് മൈനസ് 2, അതായത് മൈനസ് 2 പ്ലസ് 2, അതും 0. അപ്പോൾ അങ്ങനെ എല്ലാ എലമെന്റ്സും 0 ആയി കിട്ടും. ഫൈനലി ഇനി നമുക്ക് റാങ്ക് നോക്കാലോ. അപ്പോൾ ഈ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് എല്ലാം 0 ആയി. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. ബാക്കി 2 റോസ് ഉണ്ട്. സോ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താ? 2 ആണ്. 2 റോസ് ഉണ്ട്. സോ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 2 ആണ്. നോൺ 0 എലമെന്റ്സ് ആണ് ഇതിൽ കേട്ടോ. ആ ലാസ്റ്റ് വൺ 0 എലമെന്റ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. നോൺ 0 എലമെന്റ്സ് ഉള്ള റോസ് എത്ര? 2 ആണ്. അപ്പോൾ റാങ്ക് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് x plus y plus z equal to 3, x minus y minus z equal to 4, x minus 5y plus kz equal to 6. Then the value of k for which this system has an infinite number of solutions is k equal to minus 5, k equal to 0, k equal to 1, k equal to 3. ഇതിൽ കറക്റ്റ് ആൻസർ k is equal to minus 5, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കെയുടെ ഏത് വാല്യൂനാണ് ഈ സിസ്റ്റമിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. സോ എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻസ് നോക്കാം. അതിന്റെ കോഎഫിഷ്യൻസ് മെട്രിക്സ് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. 1 1 1 1 മൈനസ് 1 മൈനസ് 1 1 മൈനസ് 5 കെ അല്ലേ? അപ്പൊ നമുക്ക് എ കിട്ടി. ഇനി ബി എന്ന് പറയുന്നത് RHS തന്നിരിക്കുന്ന കോൺസ്റ്റൻസിന്റെ മെട്രിക്സ്, അതാണ് ബി. അപ്പൊ 3 4 6. ഇനി അൺനോൺസിന്റെ മെട്രിക്സ് ഉണ്ടല്ലോ, അതാണ് ക്യാപിറ്റൽ X is equal to മെട്രിക്സ് XYZ. ഇനി നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് AB ആണ്. അത് ചെയ്യാൻ നമുക്ക് എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? A എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കാം. അതായത് 1 1 1 1 മൈനസ് 1 മൈനസ് 1 1 മൈനസ് 5 കെ, ഇതാണ് A. ഇനി ബിയുടെ മെട്രിക്സ് ലാസ്റ്റ് കോളം ആയിട്ട് ഇൻസേർട്ട് ചെയ്യുക. അതായത് 3 4 6. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB. ക്ലിയർ ആയോ? അപ്പൊ ഇനി ഓഗ്മെന്റഡ് മെട്രിക്സിന് റോ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇതുപോലെ ഓരോ എലമെന്റ്സ്, അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്സ് 0 ആക്കണം. രണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് R2 is transformed to R2 minus R1. ഓക്കെ, കാരണം ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 ചെയ്താൽ തന്നെ 0. അപ്പോൾ പ്രീവിയസ് റോനെ ജസ്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 മൈനസ് 1 0, മൈനസ് 1 മൈനസ് 1 എന്ത് കിട്ടും? മൈനസ് 2, മൈനസ് 1 മൈനസ് 1 അഗെയിൻ മൈനസ് 2, 4 മൈനസ് 3 ദാറ്റ് ഇസ് 1. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് R3, ആ സ്റ്റെപ്പിൽ തന്നെ R3നെ നമുക്ക് ഫസ്റ്റ് എലമെന്റ് 0 ആക്കാൻ മൈനസ് R1 ചെയ്താൽ അല്ലേ? അപ്പോൾ 0
സോ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 - 1 0, -5 - 1 -6, k - 1 അങ്ങനെ തന്നെ എഴുതി, 6 - 3 3 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി വൺ മോർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് തേർഡ് റോയിലെ സെക്കൻഡ് എലിമെന്റിനെ 0 ആക്കാൻ നോക്കാം. അപ്പൊ R3 - 3 R2 ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, ഇത് 0 ആണ്, ഒന്ന് നോട്ട് ചെയ്യണേ. 6 അല്ല 0 ആണ്. ഓക്കെ, സോ നമുക്കിവിടെ ഈ കറസ്പോണ്ടിങ് എലിമെന്റ്സ്, അതായത് R3 is transformed to R3 - 3 R2 ആണ്. അപ്പോൾ R2 എന്ന് പറയുന്നത് 0 - 2 -2 1 ആണ്. ഇനി ഇത് ഇൻറ്റു 3 ചെയ്യണം. സോ 0 -6 -6 3. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ദെൻ R3 എന്ന് പറയുന്നത് 0 -6 k - 1 3. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 0 -6 -6 എന്താ, -6 + 6 0, k - 1 -6. ഓക്കെ, ഈ രണ്ട് എലമെന്റ്സ് ചെയ്യുമ്പോൾ k - 1 -6, അതായത് ഈ മൈനസ് പ്ലസ് ആവും. k - 1 + 6, അതായത് k + 5 അല്ലേ? -1 + 6 എന്ന് പറയുന്നത് 5 അല്ലേ? സോ k + 5. ഇനി ലാസ്റ്റ് എലമെന്റ് 3 - 3 വരും, ദാറ്റ് ഇസ് 0. ഓക്കെ, അപ്പോൾ k + 5, ലാസ്റ്റ് വൺ 0. ഇപ്പൊ എലമെന്റ്സ് കിട്ടിയല്ലോ, 0 0, k + 5 0. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമുക്ക് റെഡ്യൂസ്ഡ് ഫോമിൽ കിട്ടിയ മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 3, 0 -2 -2 1, 0 0, k + 5 0. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിനി റെഡ്യൂസ്ഡ് ഫോം ആണിത്. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, ടോട്ടലി പറയുകയാണെങ്കിൽ എ ബി ആണ്. ഇനി നമ്മൾ റാങ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇപ്പൊ 3 ആണ്. കാരണം എന്താ, നോൺ സീറോ ആയിട്ട് 3 റോസ് ഉണ്ട്. പക്ഷെ ഇവിടെ k + 5 ആണ്, കെയുടെ വാല്യൂ നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടണമെങ്കിൽ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി മസ്റ്റ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ, ബട്ട് ദിസ് മസ്റ്റ് ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അപ്പൊ ഇതാണ് കണ്ടീഷൻ വേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇത് മൊത്തം മെട്രിക്സ് നോക്കാം. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇപ്പൊ എന്താ, ആക്ച്വലി ഈ ലാസ്റ്റ് റോ 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 2 ആവും. ഇനി അതേപോലെ തന്നെ ഈ ലാസ്റ്റ് റോ 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ മാത്രം എന്തായിരിക്കും, എ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് റോ 0 ആയി കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എയും എന്താവും, 2 തന്നെയായിരിക്കും. പക്ഷെ ആ റോ 0 ആണെങ്കിൽ ഒരേ ഒരു എലമെന്റ്, അതായത് k + 5 0 ആയിരിക്കും. ശരിയല്ലേ? k + 5 എന്ന് പറയുന്ന ടേം 0 ആയാൽ മാത്രമേ നമുക്ക് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും 0 ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് k + 5യുടെ വാല്യൂ അപ്പൊ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ k + 5യുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ആ ടേം 0 ആയി വിചാരിക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ മൊത്തം എ ബി, ഇതാണ് എ ബിയുടെ റാങ്ക് എന്തായി, ലാസ്റ്റ് റോ മൊത്തം 0 ആയി. സോ എ ബിയുടെ റാങ്ക് 2 ആയി. ക്ലിയർ ആയല്ലോ? ഇനി റാങ്ക് ഓഫ് എയും എന്തായി, എ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഇത്രയും പോർഷൻ. ലാസ്റ്റ് റോ 0 ആയില്ലേ, അപ്പൊ റാങ്ക് ഓഫ് എയും 2 ആയി. അപ്പൊ റാങ്ക് ഓഫ് എ ബിയും എയും ഈക്വൽ ആവും. പക്ഷെ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണോ ചെക്ക് ചെയ്യാം. അൺനോൺസ് പറയുന്നത് എക്സ് വൈ സെഡ് ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാ, 3 ആണ് അല്ല, എക്സ് വൈ സെഡ് 3 ഉണ്ട്. സോ ഈ 2 എന്ന് പറയുന്നത് കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ
ഇതുപോലെ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ഇങ്ങനെ കിട്ടണമെങ്കിൽ, അതായത് ലെസ് ദാൻ n, അതായത് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവ് റാങ്ക് കിട്ടണമെങ്കിൽ ആ ലാസ്റ്റ് റോ 0 ആയിരിക്കണം. ലാസ്റ്റ് റോ 0 ആണെങ്കിൽ k + 5 ഷുഡ് ബി 0. അതിൽ നിന്ന് k യുടെ വാല്യൂ എന്താ കിട്ടുക? 5 അങ്ങോട്ട് പോയാൽ -5. അപ്പോൾ k = -5 ആയാലാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുക. ഓക്കെ. Next question, find the equivalent integral of integral 1 to 2 integral 0 to x dy dx. Okay, ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിന് ഈക്വലന്റ് ആയിട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: A integral 0 to x integral 1 to 2 dx dy, B integral 0 to 1 integral 1 to 2 dy dx plus integral 1 to 2 integral y to 2 dx dy, C integral 0 to 1 integral 1 to 2 dy dx plus integral 0 to 1 integral y to 1 dx dy. Finally, D integral 0 to 1 integral 1 to 2 dx dy plus integral 1 to 2 integral y to 1 dx dy. Correct answer option B ആണ്. 0 to 1 1 to 2 dy dx plus 1 to 2 y to 2 dx dy. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ 0 to x dy dx. ഓക്കെ, ഇനി നമുക്ക് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്യണം. ഈക്വലന്റ് ടു എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ വൈയുടെ ലിമിറ്റ്സ് ആണ് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഉള്ളിൽ, അല്ലേ? സോ ആ ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് വൈയുടെ ആണ്. ഇപ്പോൾ y = 0 ആണ് ലോവർ ലിമിറ്റ്, y = x ആണ് അപ്പർ ലിമിറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. y = 0, y = x. നെക്സ്റ്റ് എക്സിന്റെ ലിമിറ്റ്സ് x = 1, x = 2, x = 1, x = 2. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ മാറ്റണം. അതായത് dy dx ആണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ്. ഇനി നമ്മൾ dx dy എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹോറിസോണ്ടൽ സ്ട്രിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കിയാൽ അറിയാം y = x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ ഒറിജിൻ. ക്ലിയർ ആയോ? സോ അതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുള്ളത്, പാസിംഗ് ത്രൂ ഒറിജിൻ. ഇനി വൈയുടെ സ്റ്റാർട്ടിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതാണ് y 0 പറഞ്ഞാൽ x ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ y = 0. നെക്സ്റ്റ് നമ്മൾ x = 1, x = 2. ഓക്കെ, അപ്പോൾ x = 1 ഇതും x = 2 ഇതും. സോ ഈ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ x = 2 വരെയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർഷൻ കൺസേൺഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സോ ലിമിറ്റ്സ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏത് വേരിയബിളിന് ഏത് ലിമിറ്റ് ആണ് അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ, എന്നിട്ട് വേണം ഓർഡർ ചേഞ്ച് ചെയ്യാൻ. ഇനി നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ 2 സ്ട്രിപ്പായിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. കാരണം ഒറ്റൊരു സ്ട്രിപ്പിൽ പറ്റില്ല. സോ ഇവിടെ ഈ 2 സെറ്റായിട്ട് 2 സ്ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്ത് ആ 2 ഇന്റഗ്രൽസും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്ട്രിപ്പിന്റെ കേസ് പറഞ്ഞുതരാം. അതായത് എക്സിന്റെ ലിമിറ്റ് 1 മുതൽ 2 വരെ, ദാറ്റ് ഈസ് ഈ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ dx ആണ്. അതായത് നമ്മൾ dy dxനെ നമ്മൾ എന്താ കൺവേർട്ട് ചെയ്യുന്നത്? dx dy ആയിട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. സോ dx ആണ് ആദ്യം, എക്സിന്റെ ലിമിറ്റ് ആണ് ഉള്ളിൽ എഴുതേണ്ടത് ആദ്യം. സോ x = 1. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ? x = 1 ആണ്, അല്ലെ? അപ്പോൾ ഈ സ്ട്രിപ്പ് x = 1, ഇവിടെ എന്താ? x = 2 ആണ്. സോ x = 1 to x = 2. അത് കിട്ടിയല്ലോ. ഇനി അവിടെ y-യുടെ ലിമിറ്റ് 0 മുതൽ 1 വരെയാണ്. y എന്ന് പറയുന്നത് എന്താ? y ഇവിടെ 0 ആണ്. ഓക്കെ, y-യുടെ വാല്യൂ ഇവിടെ വരുന്നത് ഈ കറസ്പോണ്ടിങ് ടേമിൽ ഇവിടെ y എന്താ? y = x ആണ്. x പക്ഷേ ഇവിടെ 1 ആണ്. അതുകൊണ്ട് y-യുടെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? y = x ആയതുകൊണ്ട് x 1 ഉള്ളപ്പോൾ y-യുടെ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലിമിറ്റ്സ് കൊടുത്തത്. when x 1 to 2 then y is 0 to 1. ഇതാണ് ഫസ്റ്റ് സ്ട്രിപ്പിന്റെ കേസ്. ഇനി സെക്കൻഡ് സ്ട്രിപ്പ് എടുക്കാം. സോ ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 1 to 2 dx dy പ്ലസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഈ ഒരു സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രിപ്പിൽ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് x = y.
കാരണം ആ സ്ട്രെയിറ്റ് ലൈനിലാണല്ലോ. അപ്പൊ അവിടെ എക്സ് ഇക്വൽ ടു വൈ ആണ് നമുക്കറിയാം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് വൈ ആണ്. ആൻഡ് ഇവിടെ ഈ ഒരു പാർട്ടിൽ എക്സ് ഇക്വൽ ടു 2 ആണ്. സോ എക്സ് ഇക്വൽ ടു വൈ ടു 2 അത് കിട്ടി. ഇനി വൈയുടെ ലിമിറ്റ് എന്താ വരിക? വൈ എന്ന് പറയുന്നത് 1 to 2 ആണ് വരിക. കാരണം എന്താ, ഇവിടെ ഈ ഒരു പോയിന്റിൽ വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഇക്വൽ ടു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ് ഇക്വൽ ടു 1 മുതൽ എക്സ് ഇക്വൽ ടു 2 വരെയാണ് എടുക്കേണ്ടത് അല്ലെ. സോ ഈ ഒരു പോർഷനിൽ വൈ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ എക്സ് ഇക്വൽ ടു 1 ആയതുകൊണ്ട് വൈ എന്താ 1 ആണ്. അതുകൊണ്ടാണ് വൈയുടെ വാല്യൂ 1. നെക്സ്റ്റ് വൈ ഇസ് ഈക്വൽ ടു ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു സ്ട്രിപ്പിന്റെ കേസിൽ ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഇക്വൽ ടു 1 കറസ്പോണ്ടിങ് വൈ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ അഗെയിൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. പക്ഷെ എക്സിന്റെ വാല്യൂ ഇവിടെ എന്താ 2 ആണ്. സോ വൈയുടെ വാല്യൂ എന്താ 2 ആണ്. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 2 വരെ വന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ രണ്ട് സ്ട്രിപ്സും കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഫുൾ ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ വെർട്ടിക്കലി കൺസിഡർ ചെയ്തപ്പോൾ കുഴപ്പമുണ്ടാകുന്നില്ല. ഇങ്ങനെ ഹൊറിസോണ്ടൽ ചെയ്തപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. സോ ഫൈനലി ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ 0 to x dy dx is equivalent to integral 0 to 1 integral 1 to 2 dx dy plus integral 1 to 2 y to 2 dx dy. Next question. Which statement describes integral 0 to 1 integral 0 to 2 3 dx dy correctly? Okay, it could be the volume of a block with unit square base and height of 3 units. It could be the volume of a block with rectangular base and height of 3 units. It could be the area of a rectangular region. It could be the area of a square region. So, the correct option is B. That it could be the volume of a block with rectangular base and height of 3 units. So, we will see integral 0 to 1, integral 0 to 2, 3 dx dy. So, ഇവിടെ ആ കണ്ടീഷൻസ് നോക്കാം. അതായത് എക്സിന്റെ ലിമിറ്റ്സ് തന്നിരിക്കുന്നത് 0 2 അല്ലെ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഇക്വൽ ടു 0 പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. 2 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ അവിടെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ലൈൻ സെഗ്മെന്റ് വരച്ചു, എക്സ് ഇക്വൽ ടു 2. നെക്സ്റ്റ് വൈയുടെ ലിമിറ്റ്സ് നോക്കാം. വൈ 0 to 1. അപ്പൊ വൈ 0 പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. വൈ 1 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് അല്ലെ. സോ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇത് ഫോം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈക്വൽ വാല്യൂസ് ആണോ? എക്സ് എന്ന് പറയുന്നത് 0 to 2 വൈ 0 to 1 ആണ്. അപ്പൊ ഈക്വൽ അല്ല, സ്ക്വയർ അല്ല. ഓക്കെ, അപ്പൊ ഇറ്റ് ക്യാൻ ബി റെക്ടാങ്കിൾ. ഇനി ഹൈറ്റ് എന്തായിരിക്കും? ഇപ്പൊ ഡബിൾ ഇന്റഗ്രൽ 3 dx dy തന്നിട്ടില്ലേ, അതിൽ ഈ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈറ്റ് ആയിരിക്കും, 3 യൂണിറ്റ്സ്. ക്ലിയർ ആയല്ലോ. സോ അത് ഡയഗ്രാം വരച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ക്ലിയർ ആവും. അപ്പൊ ഇറ്റ് കുഡ് ബി ദ വോളിയം ഓഫ് എ ബ്ലോക്ക് വിത്ത് റെക്ടാങ്കുലർ ബേസ്. അതായത് ഒരു ബ്ലോക്കിന്റെ വോളിയം ആയിരിക്കും. ബേസ് എന്താണ്? അതിന്റെ റെക്ടാങ്കിൾ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ്. Next question. If u is equal to sine inverse x square plus y square by x plus y, then x dou u by dou x plus y dou u by dou y is equal to, options തന്നിരിക്കുന്നത് a tan u, b sin u, c cos u, d 2 tan u. Correct answer option A ആണ്, tan u. Okay, tan u ആണ് correct answer. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? u is equal to sine inverse x square plus y square divided by x plus y. അതായത് ഈ സൈൻ ഇൻവേഴ്സിനെ LHS കൊണ്ടുപോയാൽ സൈൻ ഇൻവേഴ്സ് എന്നുള്ളത് എന്താവും? സൈൻ ആവും. ഓൾറെഡി യു അവിടെ LHS ഉണ്ട്. സോ സൈൻ ഓഫ് യു, അതായത് സൈൻ യു ഇസ് ഈക്വൽ ടു, ഇനി RHS ആ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് പ്ലസ് വൈ. ഇനി ന്യൂമറേറ്ററിന് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക, ഡിനോമിനേറ്ററിന് എക്സ് ഔട്ട് സൈഡ് എടുക്കുക. അതായത് എക്സിന്റെ ഹയസ്റ്റ് പവർ ടേം ഔട്ട് സൈഡ് എടുക്കണം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ by x plus y എന്ന് ന്യൂമറേറ്ററിന് എക്സ് സ്ക്വയർ എടുക്കുക, ഡിനോമിനേറ്ററിന് എക്സ് എടുക്കുക. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ബൈ എക്സ്. ക്ലിയർ ആയല്ലോ. ഇവിടെ എക്സും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ഒരു എക്സ് വരും. ഓക്കെ, സോ ആ എക്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ബ്രാക്കറ്റിൽ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് വൈ ബൈ എക്സ്. ഇതിനെ എക്സ് ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് എഴുതി കൂടെ. കാരണം ഇവിടെ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, താഴെ 1 പ്ലസ് വൈ ബൈ എക്സും. ശരിക്കും പറഞ്ഞാൽ വൈ ബൈ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് അതിനെ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം.
അപ്പോൾ നമുക്ക് x ഒരു വേരിയബിൾ ഉണ്ട് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. ദിസ് ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ ബൈ ഓയിലേഴ്സ് തിയറം, അപ്പോൾ നമുക്ക് ഇവിടെ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സെഡ്, വേർ സെഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈൻ യു. LHSലുള്ള സൈൻ യു ഇല്ലേ, സൈൻ യുവിനെയാണ് നമ്മളിപ്പോൾ എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് എക്സ്പ്രസ് ചെയ്തത് അല്ലേ. അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 ആണ്. അതുകൊണ്ടാണ് ഓയിലേഴ്സ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് സൈൻ യു ആണ്. ഓക്കെ, സൈൻ യുവിനെ നമ്മൾ സെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സെഡ് ഇക്വൽ ടു എക്സിന്റെ എഫ് ഓഫ് വൈ ബൈ എക്സ് ഫോം. അപ്പോൾ നമ്മളിവിടെ സെഡിന് സൈൻ യു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോമിൽ അപ്ലൈ ചെയ്യാം. എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ സെഡ് ബൈ ഡോ വൈ ഇക്വൽ ടു എൻ ഇൻറ്റു സെഡ്. എൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ. അത് ഓൾറെഡി നമ്മൾ 1 എന്ന് പറഞ്ഞു. അപ്പോൾ എൻ ഇക്വൽ ടു 1 ആണ്. അപ്പോൾ എൻ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സെഡ്, ദാറ്റ് ഇസ് സെഡ്. ഓക്കെ, ഈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ യു ആണ്. ഇനി എക്സ് ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ സെഡ് ബൈ ഡോ വൈ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് പറഞ്ഞാൽ എന്താ? സൈൻ യു പ്ലസ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ യു. ഓക്കെ, ഇനി സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? സൈൻ എന്ന് പറയുന്നത് യുവിനെ ഡിപ്പെൻഡ് ചെയ്യണേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എഴുതി, പ്ലസ് കോസ് ആണ്. സോ കോസ് യു തന്നെ എഴുതി. ഇനി ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് എഴുതാൻ മറക്കരുത്. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ക്ലിയർ ആയോ? ഫംഗ്ഷൻ യു ആണ്. സോ സൈനിന്റെ ആദ്യം കോസ് എഴുതി, പക്ഷെ ആ ആംഗിൾ അതായത് യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അതേപോലെ സെക്കൻഡ് ടേം വൈ ഇൻറ്റു ഇതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ യു. ആദ്യം എന്ത് എഴുതണം? കോസ് യു എഴുതണം. എന്നിട്ട് യുവിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈ, ദാറ്റ് ഇസ് ഡോ യു ബൈ ഡോ വൈ. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഇത് വൈ ആണ്. ഓക്കെ, ഡോ യു ബൈ ഡോ വൈ ദിസ് ഈക്വൽ ടു സൈൻ യു. ക്ലിയർ ആയല്ലോ? ഇനി ഈ കോസ് യു എന്ന് പറഞ്ഞ ടേം കോമൺ ഫാക്ടർ ആണ്. ഇത് വൈ ആണ്. കോസ് യു എന്ന് പറയുന്ന ടേം കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുത്തിട്ട് RHS കൊണ്ടുപോകാം. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് LHSൽ എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു സൈൻ യു ഡിവൈഡഡ് ബൈ കോസ് യു വരും. ഓക്കെ, സൈൻ യു ബൈ കോസ് യു എന്താ? ടാൻ യു ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എക്സ്പ്രഷൻ. എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ യു ബൈ ഡോ വൈ എന്താണെന്നാണ്. അത് നമുക്ക് ടാൻ യു എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if u is equal to x raised to y, then dou u by dou y is equal to options തന്നിരിക്കുന്നത് a x raised to y log x, b y raised to x log x, c y into x raised to y minus 1, d x into y raised to x minus 1. Correct answer option a ആണ്, x raised to y into log x. അതായത് നമുക്ക് തന്നിരിക്കുന്നത് u is equal to x raised to y എന്നാണ്. ജനറൽ ഫോർമുല നമുക്കറിയാം. അതായത് a raised to xന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അതായത് a raised to xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x പറയുകയാണെങ്കിൽ a raised to x into log a ആണ്. ഓക്കെ, അതേപോലെ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ x raised to y യുടെ ആണ്. ഇവിടെ ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഡോ യു ബൈ ഡോ y ആണ്. അപ്പോൾ നമുക്കറിയാം x നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ a raised to x ഫോമിലാണെങ്കിൽ a raised to x എന്ന് തന്നെ എഴുതുക. അതായത് x raised to y തന്നെ എഴുതുക ഇൻറ്റു ലോഗ് ഓഫ് a എന്ന് പറയുന്നത് ഇവിടെ എന്താ? x ആണ്, log x. ഓക്കെ, അതാണ് ഇവിടെ x raised to y ഇൻറ്റു log x. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ x raised to y ഇൻറ്റു log x ആണ്. ഈ ജനറൽ ഫോം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, maximum value of the function f of xy is equal to x cube minus 3x square minus 4y square plus 1 is. Options A1, B0, C2, D minus 1. Correct answer option A1 ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of xy എന്ന് പറയുന്നത് x cube minus 3x square minus 4y square plus 1 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് കണ്ടുപിടിക്കേണ്ട ടേംസ് ആദ്യം
ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം, ഡോ എഫ് ബൈ ഡോ വൈ കാണാം. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. സോ എക്സ് ക്യൂബിന്റെ എന്താ വരിക 3x² മൈനസ് 3x² എന്ത് വരും മൈനസ് 3 ഇൻറ്റു 2x അതായത് 6x. ഇനി പിന്നെ 4y² 1 എന്തായി പോകും 0 ആയി പോകും, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ്. സോ 3x² മൈനസ് 6x. ഓക്കെ, ഇനി ഇത് ഈക്വൽ ടു 0 കൊടുക്കാം, അത് നമുക്ക് പിന്നെ നോക്കാം. നെക്സ്റ്റ് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ ആകെ കൂടി ഒരു ടേമിന്റെ കണ്ടുപിടിച്ചാൽ മതി, ബാക്കി ടേംസ് 0. മൈനസ് 4 ഇൻറ്റു 2y അതായത് മൈനസ് 8y. ക്ലിയർ ആയല്ലോ, അതാണ് മൈനസ് 8y ദിസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇനി നമ്മൾ ആദ്യം 0 കൊടുത്ത ടേംസ് ഇല്ലേ, അതായത് 3x² മൈനസ് 6x ഈക്വൽ ടു 0, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എക്സ് ഇൻറ്റു 3x മൈനസ് 6 ഈക്വൽ ടു 0. ഞാൻ നേരത്തെ പറഞ്ഞു a ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either a equal to 0 or b equal to 0. അപ്പോൾ either x equal to 0 or 3x minus 6 equal to 0. Okay, 3x minus 6 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x equal to 6 ആണ്. മൈനസ് 6നെ RHSൽ കൊണ്ടുപോയി, അപ്പോൾ 3ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 2, അപ്പോൾ എക്സിന്റെ വാല്യൂ 2 കിട്ടി. ആദ്യത്തെ കേസിൽ ഓൾറെഡി 0 നമുക്ക് കിട്ടി. സോ എക്സ് എന്ന് പറയുന്നത് 0, 2 രണ്ട് വാല്യൂസ് കിട്ടി. നെക്സ്റ്റ് കേസിൽ നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. മൈനസ് 8y ഈക്വൽ ടു 0 പറഞ്ഞാൽ അതിൽ നിന്ന് വൈയുടെ വാല്യൂ എന്താ, ഈ മൈനസ് 8 റൈറ്റ് സൈഡിൽ പോകും, ഇതെന്ന് പറഞ്ഞാൽ 0 ആണ്. ക്ലിയർ ആയല്ലോ. സോ വൈയുടെ വാല്യൂ നമുക്ക് 0 കിട്ടി, 0 തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് പെയർ ആയിട്ട് എഴുതാം x 0 y 0, അതുപോലെ x 2 y 0 തന്നെ. x 0 y 0 x 2 y 0. ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് 0 0 2 0. ഈ രണ്ട് പോയിന്റ്സിലാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേംസ് ആർ എസ് ടി. ആർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, എസ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ടി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എങ്ങനെ കിട്ടും, ഡോ എഫ് ബൈ ഡോ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ടേം ഉണ്ട്. ഓൾറെഡി ഡോ എഫ് ബൈ ഡോ എക്സ് ആണത് 3x² മൈനസ് 6x ആണ്. അപ്പൊ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും ചെയ്താൽ എന്താവും 6x മൈനസ് 6 കിട്ടും. ശരിയല്ലേ, അതാണിത് 6x മൈനസ് 6. ഓക്കെ, നെക്സ്റ്റ് എസ് ആണ്, അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ചെയ്തില്ലേ, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, കാരണം അവിടെ കോൺസ്റ്റൻസിന്റെ ഇത് വരും, സോ 0 വരും. നെക്സ്റ്റ് ടി ആണ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, അതായത് ഡോ എഫ് ബൈ ഡോ വൈ ചെയ്തില്ലേ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് മൈനസ് 8y വിത്ത് റെസ്പെക്ട് ടു വൈ വീണ്ടും ചെയ്യാം. എന്ത് കിട്ടും, മൈനസ് 8 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്, അപ്പോൾ മൈനസ് 8. സോ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് 8. ഓക്കെ, ഇനി ആർ ടി മൈനസ് എസ് സ്ക്വയർ കാണാം, ആർ ഇൻറ്റു ടി മൈനസ് എസ് സ്ക്വയർ. അതെന്താന്ന് കണ്ടുപിടിക്കാം. ആർ എന്ന് പറയുന്നത് 6x മൈനസ് 6 ആണ്, ഇൻറ്റു ടി എന്ന് പറയുന്നത് മൈനസ് 8 ആണ്. ഇനി മൈനസ് എസ് സ്ക്വയർ, എസ് സ്ക്വയർ പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, എസ് 0 ആണ്, സോ ആ ടേം 0 ആയിപ്പോ. സോ ഇവിടെ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്സിനും ഈ വാല്യൂ കണ്ടുപിടിക്കണം, ആർ ടി മൈനസ് എസ് സ്ക്വയർ. അപ്പൊ ആദ്യം at 0 0 കാണാം. എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ എക്സിന് 0 കൊടുക്കാം, എക്സും വൈക്കും 0 കൊടുക്കാം, അതാണ്. പക്ഷെ വൈ ഒന്നുമില്ല, അപ്പൊ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 6 ഇൻറ്റു മൈനസ് 8 വരും. അതെന്താ പ്ലസ് 48 വരും. ക്ലിയർ ആയല്ലോ. പ്ലസ് 48 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇനി അടുത്തത് ആർ ഓഫ് 0 0 കാണും. ആർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ആർ ഓഫ് 0 0 പറഞ്ഞാൽ 6x മൈനസ് 6ല് എക്സിന് 0 കൊടുക്കാം, അപ്പൊ നമ്മൾ മൈനസ് 6 കിട്ടും. അത് ലെസ് ദാൻ 0 അല്ലേ. ഓക്കെ, അപ്പോൾ ആർ ലെസ് ദാൻ 0, ആർ ടി മൈനസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. അതിന്റെ അർത്ഥം 0 0 എന്ന് പറയുന്നത് എന്താ, പോയിന്റ് ഓഫ് മാക്സിമം ആണ്.
സോ ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഇല്ലേ, അതിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ അതായത് 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 0 - 3 × 0 - 4 × 0 + 1, അതായത് 1 മാത്രമാണ് ആൻസർ കിട്ടുക. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ.